നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിവിധ ദേശീയ രാഷ്ട്രീയ പാർട്ടികളും അത് ഉൾക്കൊള്ളുന്ന സഖ്യങ്ങളും സജീവമായതോടെ രംഗം കൂടുതൽ തെളിയുന്നു. കളം നിറയുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ 195 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആദ്യ പട്ടികയിൽ ഉൾപ്പെടുത്തി അത് പ്രഖ്യാപിച്ചുകൊണ്ട് BJP അംഗത്തിന് മുന്നിൽ ഇറങ്ങിക്കഴിഞ്ഞു. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും അവർ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും വിവിധ തലങ്ങളിൽ സീറ്റ് ചർച്ചകൾ നടത്തുകയാണ്. അംഗത്തിന് സാക്ഷിയായി നിൽക്കുന്ന നമുക്ക് വിവിധ സംസ്ഥാനങ്ങളിലൂടെ, ആ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ, രാഷ്ട്രീയ പാർട്ടികളിലൂടെ, അവരുടെ സഖ്യങ്ങളിലൂടെയെല്ലാം വരും ദിവസങ്ങളിൽ ഒന്ന് സഞ്ചരിക്കാം. BJPയുടെ ആദ്യ പട്ടികയിൽ തന്നെ ഇടം പിടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലും അമിത്ഷാ ഗാന്ധിനഗറിലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിലും വീണ്ടും ജനവിധി തേടും. 195 പേരിൽ 28 പേര് വനിതകളാണ്. 34 പേര് കേന്ദ്രമന്ത്രിമാരാണ്. അതിൽ നിലവിലെ രാജ്യസഭയിലെ അംഗങ്ങൾ വരെയുണ്ട്. പ്രതിപക്ഷ മുന്നണിയിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പാറ്റ്നയിൽ നടന്ന ജൻവിശ്വാസ് റാലിയിലൂടെ പ്രതിപക്ഷ നിരയും സജീവമായി. ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിനു ശേഷം ആദ്യമായി നടക്കുന്ന ഒരു പൊതുസമ്മേളന റാലി ആ സഖ്യത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ബീഹാറിലെ പാറ്റ്നയിലെ ഗാന്ധി മൈതാനത്തായിരുന്നു റാലി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, CPM നേതാവ് സീതാറാം യെച്ചൂരി, CPIയുടെ നേതാവ് D രാജ, SP-യുടെ അധ്യക്ഷൻ അഖിലേഷ് യാദവ്, CPI ML നേതാവ് ദീപങ്കർ ഭട്ടാചാര്യ, കേരളത്തിൽ നിന്നുള്ള RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയസ് കുമാർ തുടങ്ങിയ നേതാക്കൾ റാലിയിൽ പങ്കെടുത്തു. ബീഹാറിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ RJD, രാഷ്ട്രീയ ജനതാദൾ, അത് ലാലു പ്രസാദിന്റെ പാർട്ടി, ഈ RJD ആണ് ഈ റാലി സംഘടിപ്പിച്ചത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞ കുറെ കാലമായി പൊതുരംഗത്ത് സജീവമല്ല. ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വിനി യാദവാണ് ഇപ്പോൾ RJDയുടെ പൂർണ്ണ നിയന്ത്രണം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന റാലിയിൽ ലാലു പ്രസാദ് യാദവ് പങ്കെടുത്തിരുന്നു. തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും പിന്നീട് പതുക്കെ ജീവൻ വെച്ച് വരുന്ന ഇന്ത്യ മുന്നണി 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പൊതു സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു ഇതുവരെ. അതിന്റെ ഭാഗമായി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സീറ്റ് ധാരണ ഏതാണ്ട് ഒരുവിധം പൂർത്തിയായി. അത് നിലവിൽ പ്രതിപക്ഷ നിരയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു മുന്നേറ്റമാണ്. 3 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോൺഗ്രസ് ആം ആദ്മി സഖ്യം മത്സരിക്കും. എന്നാൽ ആം ആദ്മി ഭരണം നടത്തുന്ന പഞ്ചാബിൽ ഈ സഖ്യം നിലവിലില്ല. ഡൽഹി, ഗുജറാത്ത്, ഹരിയാന, ഗോവ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് സഖ്യം യാഥാർത്ഥ്യമായത്. ഡൽഹിയിൽ 7 സീറ്റിൽ 3 സീറ്റ് കോൺഗ്രസ് മത്സരിക്കും. 4 സീറ്റ് ആം ആദ്മി പാർട്ടി മത്സരിക്കും. കോൺഗ്രസിന് മുൻതൂക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ പാർട്ടികളുമായി, അതും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 543 തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ നിന്നും 303 സ്ഥാനങ്ങളും 37.3% വോട്ടും നേടി അധികാരത്തിൽ വന്ന BJP ഇത്തവണ ലക്ഷ്യം വെക്കുന്നത് 370 സീറ്റാണ്. NDA സഖ്യത്തിന് മൊത്തം 400+ സീറ്റുകളാണ് BJP പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷയും സ്വപ്നങ്ങളുമെല്ലാം നല്ലതാണ്. എന്നാൽ അവിടെ എത്താനുള്ള വഴിയും ഉള്ളിലുണ്ടാകണം. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇത്തവണ BJP ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടി ഉന്നം വെച്ച് നീങ്ങുന്നത്. BJPയുടെ ഈ മുന്നേറ്റം തടയാൻ പ്രധാന പ്രതിപക്ഷത്തിന് വേണ്ടത് 280 സീറ്റുകളാണ്. കാരണം സുരക്ഷിതമായി 5 വർഷക്കാലം ഭരണം നടത്താൻ മിനിമം 280 സീറ്റുകളെങ്കിലും വേണം. ഈ 280 സീറ്റുകളിൽ ഏതാണ്ട് 250 സീറ്റുകളിലേക്കുള്ള പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടു കഴിഞ്ഞുവെന്നും ഇനി കൂടി വന്നാൽ വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമാണ് ബാക്കിയെന്നും ഒരു പ്രമുഖ വാർത്താ ചാനലിന്റെ എഡിറ്റേഴ്സ് അവറിൽ പ്രധാന രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാം ചേർന്ന് ഇരുന്ന് കഴിഞ്ഞ ദിവസം വിശകലനം ചെയ്തു കഴിഞ്ഞു. അവർ രാഹുൽ ഗാന്ധിയെ ഭാവി പ്രധാനമന്ത്രിയായിട്ടല്ല, അടുത്ത മാസം മുതൽ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അവരുടെ കണക്കും പ്രഖ്യാപനവും അവിടെ നിൽക്കട്ടെ. എന്നാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ജയിച്ചു കയറാൻ ഈ ആകെയുള്ള 543 മണ്ഡലങ്ങളിൽ സുരക്ഷിതമായ ഒരു മണ്ഡലം തിരക്കി നെട്ടോട്ടമോടുകയാണ് രാഹുൽ ഗാന്ധി. നമുക്ക് ഇനി ആ മണ്ഡലം ഏതാണ് എന്നത് പരിശോധിക്കാം അടുത്ത ലക്കത്തിൽ.